തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അവളെ ഏത് മാളത്ത് പോയി ഒളിച്ചാലും പിന്നീട് ഇറങ്ങി പുറപ്പെട്ടാ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അവളുടെ കൊച്ചുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്കറിയാം. അവളുടെ കൊച്ചുങ്ങളോ? അപ്പൊ നിനക്ക് അവരെ ആരുമല്ലേ? ആദ്യം സ്വന്തം ചോരയെ തിരിച്ചറിയാൻ നീ പഠിക്കും. അതുകൂടെ നിന്നെ പഠിപ്പിക്കാനാ ചീരി ഇവിടുന്ന് പോയത്. അവളിവിടെ ഉള്ളപ്പോ നീ നിന്റെ പെമ്മക്കളെ തിരിഞ്ഞു നോക്കാറുണ്ടോടാ? ഞാൻ നോക്കിയില്ലെങ്കിൽ എന്താ, നിങ്ങളവരെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ, പിന്നെ അവളും ഉണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം എന്റെ മോനെയാ, അത് ഞാൻ എവിടെയും പറയും. ചീരു ജോലി അന്വേഷിച്ചിറങ്ങിയതിന്റെ പ്രധാന കാരണം ഇതാ. നീ നിന്റെ പെൺമക്കളെ നോക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഒരു അമ്മയെന്ന നിലയ്ക്ക് അവളുടെ പെൺമക്കളുടെ കാര്യം അവൾക്ക് നോക്കിയല്ലേ പറ്റൂ. എടാ, പണ്ടത്തെ കാലമല്ല വിനയ. ഇപ്പോഴത്തെ മക്കളെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കാൻ അച്ഛനമ്മമാർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ കുട്ടികളും മറ്റുള്ള കുട്ടികളെ പോലെ അന്തസ്സായി വളരണമെന്ന് ഏതൊരമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ? ഇത് ആഗ്രഹമല്ല, ദുരാഗ്രഹമാണ്, ദുരാഗ്രഹം. മക്കളോട് സ്നേഹമുള്ള അമ്മമാർ ആദ്യം ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും ആവശ്യമുള്ള പ്രായം വരെ കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാ. മക്കളൊന്ന് ചിറകുമുളച്ച് വന്നതിന് ശേഷമല്ലേ ഈ ഭാവിയും വിദ്യാഭ്യാസവും ഒക്കെ. അതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ വന്നുള്ളത് വിചാരിക്കണം. ഇതുവരെ അവരുടെയും മക്കളുടെയും കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? അതൊക്കെ ശരിയാ. അവരെ നീ നോക്കിയില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷേ അതിനുവേണ്ടി സ്വന്തം കിടപ്പാടം പണയം വെച്ചു എന്നുള്ളത് അതൊരു വലിയ കുറവല്ലേ വിനിയ? നിന്റെ അമ്മ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ക്ഷമിക്കും. അതുപോലെ മക്കളോട് സ്നേഹമുള്ള അമ്മയാ ചീരു. അവളുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്താ നീ മുടിക്കാൻ പോകുന്നത്. ആര് മുടിപ്പിക്കുന്ന മാമനീ പറയുന്നത്? ലോകത്ത് ആദ്യമായിട്ടാണോ ഒരാൾ പണയം വെച്ചിട്ട് ബിസിനസ് തുടങ്ങുന്നത്? എനിക്ക് ബിസിനസ് തുടങ്ങാനാ ഞാനത് പണയം വെച്ചത്. ആ ബിസിനസ് കൊണ്ട് തന്നെ ഞാനത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. ആ വിശ്വാസം എനിക്കുണ്ട്. അത് മതി. എങ്കിൽ നീ അത് ചെയ്ത് കാണിക്കടാ. പോയവരൊക്കെ അപ്പൊ തിരിച്ചു വരും. നിന്റെ മിടുക്ക് നീ ഇനി അങ്ങനെയാ കാണിക്കേണ്ടത്. അത് തന്നെയാ അമ്മേ എന്റെ തീരുമാനം. എനിക്കറിയാവുന്നൊരു ജോലിയുണ്ട്. കയ്യും മെയ്യും മറന്ന് ഞാൻ അതിലോട്ട് ഇറങ്ങാൻ പോവാ. ഇതിനെ പോലെ വിനയം മുടിഞ്ഞു പോകുമെന്നുള്ള മുൻധാരണയില് എന്നെ കൈവിട്ട് കളയാതെ എന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. എന്റെ ശക്തിയിനി നിങ്ങളാ, നിങ്ങൾ മാത്രം. ആ നിങ്ങളും കൂടി എന്നെ കൈവിട്ടാ പിന്നെ ഞാനില്ല. അത് ഓർത്തോ അമ്മയും മാമനും. എടാ